ഹായ് ഓൾ. അപ്പോൾ ഇന്നലെ നമ്മൾ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനൊരു ഡൗൺ ട്രെൻഡാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു അല്ലേ. പക്ഷേ ഇന്ന് മാർക്കറ്റ് എന്താ വെച്ചാൽ ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ആയി. ഈ സമയത്ത് ഞാൻ ടെലിഗ്രാം ചാനലിൽ ഞാനൊരു മെസ്സേജ് ഇട്ടിരുന്നു. എന്താ വെച്ചെങ്കിൽ ഇന്നത്തെ ദിവസം ട്രേഡ് ചെയ്യുന്നില്ല എന്നല്ല, ചെറിയ ക്വാണ്ടിറ്റി ചെയ്യുന്നുള്ളൂ. വിചാരിച്ചതിന് ഓപ്പോസിറ്റായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് ഡൗൺ ട്രെൻഡിന് ഓപ്പോസിറ്റായിട്ട് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ടാവുണ്ട്. മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റുന്ന പൈസക്കുള്ള അതായത് എക്സ്പയറി ഡേക്ക് ചെയ്യുന്ന പോലെ മാത്രമേ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ തന്നെയാണ് പറഞ്ഞിരുന്നു ഓപ്ഷൻ ബൈയിൽ. അപ്പോൾ മാർക്കറ്റ് കൃത്യമായിട്ട് മുകളിലേക്ക് തന്നെ പോയി. ചില ആളുകൾക്ക് ട്രേഡ് എടുത്തിരുന്നു അപ്പ് സൈഡിലേക്ക്, അവർക്ക് ചെറിയൊരു പ്രോഫിറ്റും കിട്ടിയിരുന്നു. പക്ഷേ ഞാൻ ട്രേഡ് എടുത്തില്ല. പക്ഷേ കൃത്യമായ ലെവലുകൾ നോക്കി ട്രേഡ് എടുത്താൽ പോലും ഈ ഭാഗത്തൊക്കെ വരുന്ന സമയത്ത്, അതായത് 1 മണിക്കൊക്കെ ഒരു നമ്മൾ ലെവൽ ബ്രേക്ക് ചെയ്തിരുന്നു. പക്ഷേ അത്ര കൺഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ട്രേഡ് എടുത്തില്ല. വീണ്ടും അത് താഴത്തേക്ക് തന്നെ വന്നു. അത് നമ്മളെ SL അടിച്ചു. അതിനുശേഷം വീണ്ടും ബ്രേക്ക് ചെയ്തു. അതിനുശേഷം വന്ന് വലിയൊരു റെഡ് ക്യാൻഡിലാണ്. ഞാൻ ഡൗൺ സൈഡ് പ്രതീക്ഷിച്ചിട്ട് പോലും ആ റെഡ് ക്യാൻഡിലൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ആ ഒരു ഡൗൺ സൈഡ്, അത്രയും വലിയ ഡൗൺ സൈഡിലൊന്നും ട്രേഡ് എടുക്കാൻ പറ്റുന്ന എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ ആരെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നെ കൊണ്ട് സാധിക്കാറില്ല. അതുകൊണ്ട് ഇന്ന് ഓപ്ഷൻ ബൈയിൽ ഞങ്ങൾക്ക് ട്രേഡ് ഉണ്ടായിരുന്നില്ല. ട്രേഡ് എടുക്കാത്തൊരു ദിവസമായിരുന്നു. ചില ദിവസങ്ങളിൽ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചതിന് അഗേൻസ്റ്റ് ആയിട്ട് മാർക്കറ്റ് വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുക. അല്ലെങ്കിൽ മാക്സിമം നമുക്ക് സഹിക്കാൻ പറ്റുന്ന റിസ്കിൽ ചെറിയ ലോട്ട് മാത്രം ഇട്ടിട്ട് ട്രേഡ് ചെയ്യാം. ഓക്കെ, അല്ലാതെ നമ്മൾ ഈ എല്ലാ ദിവസവും ട്രേഡ് ഉണ്ടാകുന്ന നിർബന്ധം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ മാറി നിൽക്കുന്നത് നല്ലതാണ്. ഞാൻ രാവിലെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്ത പോലെ നോക്കിയവർക്കൊക്കെ ട്രേഡ് എടുത്തിട്ടുണ്ട്. അവരെടുത്തവർ ചെറിയ പ്രോഫിറ്റിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ആർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരൊന്ന് ഗ്രൂപ്പിലൊന്ന് അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പം നാളത്തെ ലെവലുകൾ പറഞ്ഞാൽ വലിയ മാറ്റമൊന്നുമില്ല. ഇന്നത്തെ ലെവലുകളൊക്കെ തന്നെയാണ്. മാർക്കറ്റ് ഇപ്പോൾ 24,750 ഒരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. പിന്നെ റെസിസ്റ്റൻസ് ആയിട്ട് തൊട്ട് മുകളിൽ 24,850, ആ റേഞ്ച് 24,850, 24,750 ഇതൊരു റേഞ്ചായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ 24,700 ഒരു ചെറിയൊരു സപ്പോർട്ടാണ്. ഇനിയിപ്പോൾ നാളത്തെ എക്സ്പയറി ഡേ ആയതുകൊണ്ട് അതിന് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല ഞാനെങ്കിലും 24,700 നമുക്ക് ചെറിയൊരു സപ്പോർട്ടായിട്ട് നോക്കാം. താഴെ ഉള്ളത് 24,630 ഒരു അത്യാവശ്യം സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. പിന്നെ അതിന് താഴെ വരുന്നത് 24,550 ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. നാളെ ഞാൻ ഡൗൺ ട്രെൻഡിലേക്ക് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ മാർക്കറ്റ്. പിന്നെ അപ്സൈഡിലേക്ക് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് 24,850, 24,950, 25,000 ഈ 3 പോയിന്റുകളാണ് മുകളിലേക്ക് ഞാൻ നോക്കുന്നത്. നാളെ എക്സ്പയറി ഡേ ആയതുകൊണ്ട് എന്നും പറയുന്ന പോലെ തന്നെയാണ് ചെറിയ ലോട്ടിൽ ചെയ്യുക. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന ലോട്ടിൽ മാത്രം ചെയ്യുക. അതായത് നഷ്ടം സഹിക്കാൻ പറ്റുന്ന ലോട്ടിൽ മാത്രം ട്രേഡ് എടുക്കുക. അപ്പോൾ നമ്മളത് ഒരു ചെറിയ പ്രോഫിറ്റ് കിട്ടുമ്പോൾ തന്നെ കുറച്ച് ക്വാണ്ടിറ്റിയെങ്കിലും ഇറങ്ങിയിട്ട് കോസ്റ്റ് നമ്മളെ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ തിരിച്ചെടുക്കാൻ നോക്കുക. ബാക്കിയുള്ള അവിടെ കിടന്നോട്ടെ, നമുക്ക് പ്രോഫിറ്റ് എത്ര വെച്ചാൽ നമുക്ക് ട്രേഡ് ചെയ്ത് മാക്സിമം പിടിക്കാവുന്നതാണ്. ആ രീതിയിലേക്ക് നാളെ ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ലെവലുകൾ ചിലപ്പോൾ കൃത്യമായിട്ട് നാളെയും വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങളൊന്ന് ടെലിഗ്രാം ചാനൽ ഒന്ന് നോക്കുക. കുറച്ച് ദിവസം എന്നും പറയുന്ന പോലെ ഒരു 10-15 ദിവസം കൂടി നോക്കേണ്ടി വരും. അല്ലാതെ ശരിയാവില്ല. കാരണം ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ അവസ്ഥ അങ്ങനെ 15 ദിവസം കൂടി കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാം ഒന്ന് റെഡിയായി വരുള്ളൂ. അപ്പോൾ ഈ ലെവലുകൾ മാത്രം നോക്കിയിട്ട് ഇപ്പോൾ ട്രേഡ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നാളത്തെ ഓപ്പണിങ്ങും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ പോലെ തന്നെ. നാളെ ഞാൻ എന്ത് ചെയ്യുക, നാളെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ ട്രേഡ് എടുക്കുന്നില്ലെങ്കിലോ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പ്രധാനപ്പെട്ട ലെവലൊന്നും കൂടി പറയാം. 24,750 ഒരു സപ്പോർട്ടാണ്. 24,700 ഒരു ചെറിയൊരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. പിന്നെ 24,600, 24,550 ഇതിന് മുകളിലേക്ക് 24,850, പിന്നെ 24,950, 25,000 ഇത്രയാണ് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നാളെ ടെലിഗ്രാം ചാനലിലൊന്ന് ആക്റ്റീവ് ആകാം കേട്ടോ. ഓക്കെ.